സോ റയൽ മാഡ്രിഡ് അങ്ങനെ റൗണ്ട് ഓഫ് 16 കൊപ്പ ഡെൽ റേയിൽ സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ 17ാം സ്ഥാനത്തുള്ള ടീമിനോട് കളിച്ച് പുറത്തായി. ഒരു നോക്കൗട്ട് മാച്ചിൽ അത് പുറത്തായി റയൽ മാഡ്രിഡ്. ലിറ്ററലി ആൽബറാവോ ദെയർ ന്യൂ ഹെഡ് കോച്ച് എന്നൊക്കെ പറയില്ലേ നമ്മൾ, പുള്ളിയുടെ അണ്ടറിലുള്ള ഫേസ്റ്റ് ഗെയിം വിത്തൗട്ട് എംബാപ്പെ ആൻഡ് ജൂഡ് ബെല്ലിംഗാം. ഒരു ബി ടീമിനെയാണ് സി ടീമിനെ വെച്ചാണ് കളിച്ചതെന്നുള്ളൊരു എക്സ്ക്യൂസ് ഒന്നും പാടില്ല. എംബാപ്പയും ജൂഡ് ബെല്ലിംഗാം ഇല്ലാത്തൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല അത്. വിനീഷ്യസ് ജൂനിയർ അവിടെയുണ്ട്, വാൽവർദെ അവിടെയുണ്ട്, റൗൾ അസൻസിയോ അവിടെയുണ്ട്, ഡീൻ ഹ്യൂസൺ അവിടെയുണ്ട്, മസ്തൻത്വാൻ അവിടെയുണ്ട്, ഗോൺസാലോ ഗാർസിയ അവിടെയുണ്ട്. ലിറ്ററലി കോട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു ടീമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പല ഹ്യൂമിലിയേഷൻസും സേവ് ചെയ്തത് റയൽ മാഡ്രിഡിനെ പല സമയത്തും തിബോ കൂട്ട് വരുന്നു. തിബോ കൂട്ടിനെ അങ്ങോട്ട് മാറ്റി ലുനിൻ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. സോ റയൽ മാഡ്രിഡ് സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ളൊരു ടീമിനോട് പരാജയപ്പെട്ടു. ഈ കളി കഴിഞ്ഞിട്ട് അർബലാവോ റയൽ മാഡ്രിഡിൻ്റെ പുതിയ കോച്ച് വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി അത് വിനീഷ്യസ് ജൂനിയറിനെ കളിയാക്കിയതാണോ അതോ ശരിക്കും പൊക്കി പറഞ്ഞാണോ അറിയാം. ഞാൻ ഇന്നത്തെ മാച്ചിൽ ഏറ്റവും ഫ്ലോപ്പ് പ്ലെയർ എന്ന് പറയേണ്ടത് അത് വിനീഷ്യസ് ജൂനിയറാണ്. 24 തവണയാണ് ആ ചെങ്ങായിൻ്റെ കയ്യിൽ നിന്നും പൊസഷൻ ലോസ്റ്റ് ആയത്. മാനന്മാരധികം ഒരു സക്സസ്ഫുൾ ഡ്രിബിളില്ല, മാനന്മാരധികം പ്രോപ്പറായിട്ട് നല്ലൊരു ക്രിയേറ്റീവ് പാസ് ഇല്ല, അടിക്കുന്ന ഷോട്ടെല്ലാം പറത്തി വിടുക, ഏതിലേക്കോ പറത്തി വിടുക, ഒരു ടച്ചുമില്ല ഈ ഒരു മാച്ചിൽ. ഈ എന്താ പറയുക, ഈ ഒരു മാച്ചിൽ ഏറ്റവും വേസ്റ്റ് പ്ലെയർ എന്ന് പറയേണ്ടത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും. അത്രയും വേസ്റ്റ് ഒന്നുമല്ല, എന്നാലും ആ ഒരു മറ്റേ ലാ ഫാബ്രിക്ക ടീമിൽ നിന്നും വന്ന പ്ലെയേഴ്സൊക്കെ മോശമായി കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ദിസ് ഈസ് വിനീഷ്യസ് ജൂനിയർ പോലൊരു പ്ലെയർ ഇത്രയും സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ളൊരു ടീമിനോട് ഇങ്ങനെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ക്യാരി ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത് ടീമിനൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത് പുള്ളിയാണ്. എന്താ പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അവസാനം വന്ന ആ ഒരു ഗോള് റയൽ മാഡ്രിഡിനോട് ബാഴ്സലോണയോട് പരാജയപ്പെട്ടതും ഈ ഒരു സെയിം സിറ്റുവേഷനില്ല. പക്ഷേ അതുപോലെയാണോ ഇത്? ഒരു ലീഡ് എടുക്കാൻ പറ്റിയില്ല, അറിയോ? ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 41ാമത്തെ മിനിറ്റ് ആയ സമയത്ത് ആ ഒരു ടീം ഗോൾ സ്കോർ ചെയ്തു. ആൽബസെറ്റി അങ്ങനെ എന്തോന്നാണ് ഈ റയൽ മാഡ്രിഡിൻ്റെ കോച്ചിൻ്റെ പേര് ടീമിൻ്റെ പേര് ഏതാണ്ട് ഒരുപോലെ, അതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂഷനായി പോവുക. ആൽബറാവോ ആൽബസെറ്റി, ആ കോച്ചിൻ്റെ പേരിനൊരു വിധത്തിലാണ് ഞാൻ പഠിച്ചെടുത്ത്. ആൽബസെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീം അവരുടെ ഹോം മാച്ചാണ്. ഓക്കെ, കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്കാണ്. പക്ഷേ അതും ഒരു എക്സ്ക്യൂസ് അല്ല. 41ാമത്തെ മിനിറ്റിൽ അവരൊരു ഗോൾ സ്കോർ ചെയ്യുന്നു. 45+1 മിനിറ്റിൽ മസ്തൻത്വാനോ തിരിച്ചടിക്കുന്നു. 82ാമത്തെ മിനിറ്റിൽ അവർ വീണ്ടും ഒരു ഗോൾ അടിക്കുന്നു. ഗോൺസാലോ ഗാർസിയ 90+1 മിനിറ്റിൽ വീണ്ടും തിരിച്ചടിക്കുന്നു. പിന്നെ 90+5 90+4 ആ ഒരു സമയത്ത് അവർ വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു സമയത്ത് മൂന്നാമത്തെ ആ ഗോൾ വന്ന സമയത്ത് ലുനിൻ്റെ പൊസിഷൻ കാണണം. ഡാനി കാർവാൽ അവിടെ ഉണ്ട്, റൗൾ അസൻസിയോ അവിടെ ഉണ്ട്. ലുനിൻ എവിടെയാണ് നിൽക്കുന്നത്? ഈസി ആയിട്ട് അത് ചിപ്പ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്തു. ബ്രെൻറ്റക്കൂർ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ. ലിറ്ററലി അല്ല, റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഒരു ഡിസാസ്റ്ററിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോപ്പ ഡെൽ റേയും കൂടിയും പുറത്തായപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു സീസൺ ഫിനിഷ് ചെയ്തതുപോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇങ്ങനെ സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ളൊരു ടീമിനോട് ജയിക്കാൻ പറ്റാതെ പിന്നെ എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിലുള്ള വമ്പന്മാരായിട്ടൊക്കെ വിജയിക്കുക? ബിഗ് ഗെയിംസൊക്കെ എങ്ങനെ വിജയിക്കും? ഇതിനെക്കുറിച്ച് എന്തായാലും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഈ ഒരു മാച്ചിൻ്റെ ലൈനപ്പിനെ കുറിച്ചോ ഒന്നും പറയാൻ താല്പര്യമില്ല. കാരണം എന്താ ഇതിലൊക്കെ പറയാം, ഒന്നും പറയാനില്ല. ബാഴ്സലോണയുടെ ഓഡിയൻസ് നിങ്ങൾ അർമാദിക്കും, നിങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് കുറച്ച് ദിവസം. ഇന്ന് നിങ്ങൾക്ക് മാച്ചുണ്ട്, ബാഴ്സലോണ ഓഡിയൻസിന് ഇന്ന് മാച്ചുണ്ട്. സോ അത് ബാഴ്സലോണക്ക് എന്തായാലും ഈസി ആയിട്ട് ജയിക്കും. ഇതുപോലെയൊന്നും സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ള ടീമിനോട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നില്ല. എന്ത് തേങ്ങയത്? സോ എന്തായാലും റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിൽ നിന്നും അങ്ങനെ ഔട്ടായി. ഇനി ലാ ലീഗ ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, സൂപ്പർ കോപ്പാടിയും പോയി, കോപ്പ ഡെൽ റേയും പോയി. ഇനി ഇത് രണ്ടുമാണ് ആകെ പിടികളുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടീമും വെച്ച് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ അറിയില്ല, ആൽബറാവോ എന്തെങ്കിലും മാജിക് കൊണ്ടുവരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ നടക്കുന്നത്. സോ നമുക്കിനി അടുത്ത റയൽ മാഡ്രിഡിൻ്റെ മാച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ലാ ലീഗയിൽ ലെവാൻ്റെക്കെതിരെ കണ്ടേറ്റ മാച്ചുണ്ട് 17-ാം തീയതി. ഇനി അത് നമുക്ക് നോക്കാത്താലും. സോ താങ്ക് യു സോ മച്ച്.